ഹലോ, നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വളരെ നല്ലൊരു ഐഡിയയാണ്. വളരെ നല്ല ഐഡിയ. നിങ്ങൾ പഠിത്തം ഉള്ളവരായിക്കോട്ടെ, പഠിത്തം ഇല്ലാത്തവരായിക്കോട്ടെ, ഹൗസ് വൈഫ് ആയിക്കോട്ടെ, നിങ്ങൾ വീട്ടിൽ ഇരിക്കുന്നവരായിക്കോട്ടെ, ഒരു ജോലിയില്ല, അല്ല നിങ്ങൾ ജോലി ചെയ്യുന്നവരായിക്കോട്ടെ, നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റിയ ഒരു വർക്കാണ് ഞാൻ ഇന്ന് പറയുന്നത്. നല്ലൊരു ഐഡിയയാണിത്. അതായത് നിങ്ങൾ എൻ്റെ തമ്മനയിൽ കണ്ടു കാണും, അതിനകത്ത് എഴുതിയിട്ടുണ്ട് 20 രൂപ മുടക്കി നമ്മൾ 100 തൊട്ട് 500 രൂപ വരെ വിൽക്കുവാനുള്ള ഒരു സാഹചര്യം ഇതിനകത്ത് ഉണ്ടെന്ന്. അത് കണക്ക് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ 100 അല്ലെങ്കിൽ 100 രൂപ നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾക്ക് ചെലവാകുന്നത്, ഞാൻ 20 പറഞ്ഞെങ്കിൽ നിങ്ങൾ 50 രൂപ കൂട്ടിക്കുക മാക്സിമം ചെലവ്. ആ മാക്സിമം 50 രൂപ ചെലവായാലും നിങ്ങൾക്ക് 100 രൂപ തൊട്ട് 500 രൂപ വരെ നിങ്ങൾക്ക് അത് വിൽക്കുവാനായിട്ട് സാധിക്കും. ഈ ഒരു വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുന്നത് ഇങ്ങനെ എടുക്കുന്ന ഈ ഒരു ചെടിയാണ്. ഇത് കണ്ടോ, നിങ്ങൾ ഇത് ശ്രദ്ധിച്ച് കാണുമായിരിക്കും. ഇത് നിങ്ങൾ ഒരു ഫാൻസി ഷോപ്പിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നമ്മൾ ഗിഫ്റ്റ് ഐറ്റങ്ങൾ വിൽക്കുന്ന കടയിൽ പോയി ഈ സാധനം നിങ്ങൾ ഗിഫ്റ്റ് ഐറ്റം വിൽക്കുന്ന കടയിൽ പോയി നിങ്ങൾ വാങ്ങിക്കാൻ നോക്കിയാൽ ഇതിന് എന്തുമാത്രം വിലയാവും. കുറഞ്ഞ പക്ഷം ഈ ഒരു സാധനത്തിന് ഇതിന്റെ പോട്ടും മറ്റുള്ള കാര്യങ്ങളെല്ലാം കൂടെ കൂട്ടി ഈ ഒരു കാര്യം നിങ്ങൾ വാങ്ങിക്കുന്നതിന് കുറഞ്ഞത് ഒരു 150-200 രൂപ. ഞാൻ 500 രൂപ പിടിക്കുന്നില്ല, നിങ്ങൾ ഈ സാധനങ്ങളെല്ലാം കണ്ടോണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് ഒരു 500 രൂപയെങ്കിലും ആകും കുറഞ്ഞ പക്ഷം. പക്ഷേ നിങ്ങൾക്ക് ഇത് വെറും 50 രൂപ, മാക്സിമം 50 രൂപയ്ക്ക് ഇതെല്ലാം കൂടെ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾ അതിനു വേണ്ടിയിട്ട് പ്രത്യേകം ഷോപ്പ് ഇടേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ വലിയ ഫാക്ടറി കണക്കിടേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് ലഘുവായിട്ട് ചെയ്യാൻ പറ്റിയ കാര്യമാണിത്. അപ്പം ഈ ഒരു കാര്യം നമ്മൾ എങ്ങനെയാണ് ഇത് അറേഞ്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ റേ മെറ്റീരിയൽ നമുക്ക് എവിടുന്ന് കിട്ടും, എങ്ങനെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ ഇന്ന് അവതരിപ്പിക്കുന്നത്. അപ്പൊ ഞാൻ ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളോടൊരു അഭ്യർത്ഥനയുള്ളത്, നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം. ഇത് കണക്കുള്ള പുതിയ ഒരു ഐഡിയകൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ എന്നും ഓരോ വീഡിയോ ഇടുന്നതാണ്. ചിലപ്പോൾ അത് വേക്കൻസിയുടെ വീഡിയോ ആയിരിക്കും, അല്ലാത്തപ്പോൾ ഇത് കണക്കുള്ള വീഡിയോ ആയിരിക്കും. അപ്പം നിങ്ങൾ തന്നെ കണ്ടല്ലോ എന്ത് ഭംഗിയായ പൂക്കളാണിത്. ഇത് വിറ്റുപോകാനൊക്കെ എളുപ്പമാണ്, പക്ഷെ ഇതിനു വേണ്ടിയിട്ട് അല്പം ഒരു കഷ്ടപ്പാടുണ്ട്. പക്ഷെ കഷ്ടപ്പെടുന്നതിന്റെ ഫലം നമുക്ക് കിട്ടും. ഒരു പ്രാവശ്യം നിങ്ങൾ ഈ തൊഴിൽ തുടങ്ങിയാൽ പിന്നെ നിങ്ങൾക്ക് നോക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ആ റേ മെറ്റീരിയൽ കിട്ടുന്നിടത്തുനിന്ന് നിങ്ങൾക്ക് അത് വാങ്ങിക്കാൻ പറ്റും. അത് വീട്ടിൽ കൊണ്ടുവന്ന് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇത് ശരിയാക്കാൻ പറ്റും. അപ്പം ആ ഒരു കാര്യമാണ് നിങ്ങളോട് ഞാൻ പറയുന്നത്. അപ്പൊ ഇത് ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ സാധനങ്ങൾ നിങ്ങൾക്ക് പ്രത്യേകം വാങ്ങിക്കാൻ കിട്ടും. നിങ്ങൾ ഇവിടെ പോയാൽ മതി. ഡൽഹിയിൽ ചെല്ലണം. ഈ പോട്ടാണ് ഈ കാണിക്കുന്നത്. പോട്ട് ഇത്രയൊക്കെ കിട്ടും. ഡൽഹിയിൽ എവിടെ കിട്ടുമെന്ന് ചോദിച്ചാൽ സദർ ബജാറിൽ ഗ്രീൻ മാർക്കറ്റ് ഉണ്ട്. ഡൽഹിയിലെ സദർ ബജാറിൽ ഗ്രീൻ മാർക്കറ്റ് ഉണ്ട്. അവിടെ നിങ്ങൾക്ക് ഈ സാധനങ്ങൾക്ക് എല്ലാം വെറും ഇത് കിലോ കണക്കിനാണ് അവിടെ വിൽക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ളത് അവിടെ ചെല്ലണം. നമ്മൾ അല്ലെങ്കിൽ വേറെ എവിടെങ്കിലും, കേരളത്തിൽ എവിടെങ്കിലും, തീർച്ചയായിട്ടും ഡൽഹിയിൽ ഉള്ളത് കൊണ്ട് കേരളത്തിൽ എവിടെങ്കിലും കാണുമായിരിക്കും. പക്ഷെ കേരളത്തിൽ എവിടെയാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഡൽഹിയിലുണ്ട്, സദർ ബജാറിൽ ഗ്രീൻ മാർക്കറ്റിൽ ഇത് ഉണ്ട്. അപ്പം അവിടെ പോയി നമ്മൾ കിലോ കണക്കിന് ഇത് വാങ്ങിക്കാം. നിങ്ങൾ വിചാരിക്കും ഞാൻ ഇത് അവിടെ ഡൽഹിയിൽ പോകണം, ഞാൻ ഇത് വാങ്ങിച്ചു കൊണ്ടുവരണം. നിങ്ങൾക്ക് ഒന്നെങ്കിൽ നിങ്ങൾ ഫ്ലൈറ്റിന് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഒരുപാട് കോസ്റ്റ്ലി ആവും. ഒരു കൂടി വന്നാൽ നിങ്ങൾ പോകുന്നതിനും വരുന്നതിനും കൂടെ എനിക്ക് തോന്നുന്ന ഇപ്പോഴത്തെ ഒരു റേറ്റ് അനുസരിച്ച്, നേരത്തേക്ക് ആണെങ്കിൽ 10,000 രൂപ, ഇപ്പോഴത്തെ ഒരു റേറ്റ് അനുസരിച്ച് 5,000-6,000 രൂപയാവും. നിങ്ങൾ അത് വേണ്ട, നിങ്ങൾ ട്രെയിനിൽ പോകണം. ട്രെയിനിൽ പോയി അവിടെ ചെന്ന് ഇത് വാങ്ങിച്ച്, അപ്പൊ നിങ്ങൾക്ക് ഇത് കൊണ്ടുവരാനും എളുപ്പമാണ്. ഫ്ലൈറ്റ് നമുക്ക് 15 കിലോ അല്ലെങ്കിൽ 15-7 22 കിലോയെ നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ ട്രെയിനിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് വാങ്ങിച്ച് കിലോ കണക്കിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസ്, നിങ്ങൾ ഇഷ്ടമുള്ള രീതിയിൽ കിലോ കണക്കിന് വാങ്ങിച്ച് നിങ്ങൾക്ക് സ്റ്റോക്ക് ചെയ്ത് അത് കണക്ക് തന്നെ നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുവന്ന് നിങ്ങൾക്ക് അത് ചെയ്യുവാൻ പറ്റും. അപ്പം വളരെ നല്ലൊരു ബിസിനസ്സാണ്. അപ്പം നമ്മൾ അവിടുന്ന് ഇത് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഇനി എങ്ങനെയാണ് ഇത് നമുക്ക് ചെയ്യുന്നെന്ന് നോക്കാം. നിങ്ങൾ ഈ പോട്ടുകൾ കണ്ടോ, ഇത് കൊണ്ടുവന്ന് വെച്ചിട്ട് ഇതിനകത്ത് നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിനകത്ത് നമ്മൾ POP അറേഞ്ച് ചെയ്യണം. നിങ്ങളൊരു 10 കിലോ POP വാങ്ങിച്ചോ. 10 കിലോ POPയിൽ കുറഞ്ഞ പക്ഷം 100 പോട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. ആ 100 പോട്ടിൽ ഇത് നമുക്ക് അതിനകത്ത് ഫിക്സ് ചെയ്ത് വെക്കാൻ പറ്റും.
അപ്പം ആ POP വെള്ളത്തിൽ നല്ല കണക്ക് കലക്കി ഈ പോട്ടിൽ ഒഴിക്കുക. ഇല്ലെങ്കിൽ ഒന്നും വേണ്ട, നിങ്ങൾ മെറ്റില് വാങ്ങിച്ച് വിട്ടാൽ മതി. കുറച്ച് മെറ്റില് വാങ്ങിക്കണം. അപ്പോൾ ഓരോ പോട്ടിലും കുറേശ്ശെ മെറ്റിലിട്ടിട്ട് അതിന്റെ കൂട്ടത്തിൽ ഇത് കണ്ടോ, ഈ POP നമ്മളിങ്ങനെ കലക്കി വെക്കുക. എന്നിട്ട് അത് പോട്ടിലേക്ക് ഒഴിക്കുക. ഇതിപ്പം വെള്ളമാണ് കാണിക്കുന്നത്, അതിനകത്തോട്ട് POP ഇടുന്ന്. ഇത് നിങ്ങൾ നോക്കിക്കോണം. POP ഇട്ട് ഇത് നല്ല കണക്ക് നമ്മൾ വെള്ളത്തിൽ ലയിപ്പിക്കണം. ഇല്ലെങ്കിൽ കുഴപ്പമാണ്. അതായത് കട്ട പിടിച്ചിരുന്നാൽ പിന്നെ അതിനകത്ത് നമ്മൾ പോട്ടിലേക്ക് ഒഴിക്കുമ്പോൾ അത് ശരിയായിട്ട് അതിനകത്ത് വീഴത്തില്ല. അതുകൊണ്ട് നിങ്ങൾ നോക്കണം, POP കൈയിട്ട് കലക്കുന്നത് കൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല. നല്ല കണക്ക് ഇതൊരു പശ വരുന്ന ഒരു രീതിയിലിരിക്കണം. അധികം വെള്ളമാകല്. അത് ഒരു കുഴമ്പ് രൂപത്തിലുമല്ല, അതിലും കൂടുതൽ ഇച്ചിരി ടൈറ്റായിട്ട് ഇരിക്കണം. എന്നിട്ട് നമ്മൾ ഈ പോട്ടിൽ ഒഴിച്ചിട്ട് വെയിലത്ത് വെച്ച് ഇതെന്ന് പറയുന്നത് അവര് പറയുകയാണ്, ഇത് കണക്ക് കട്ട വരല് നമ്മൾ നല്ല കണക്ക് നമുക്ക് പോട്ട് ഇരിപ്പുണ്ട്. ഈ പോട്ടിലേക്ക് നിങ്ങൾ വിചാരിച്ചോ, നിങ്ങൾ അവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന് ഡൽഹിയിൽ നിന്ന് ഇത് നിങ്ങൾ കൊണ്ടുവന്നു, അല്ലെങ്കിൽ കേരളത്തിൽ എവിടെങ്കിലും കിട്ടുമെന്ന് നിങ്ങൾ അന്വേഷിക്കണം. കേരളത്തിൽ കിലോ കണക്കിന് ഈ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഈ സാധനം കിട്ടുകയാണ്. അത് പ്ലാസ്റ്റിക്കാ, ഒട്ടും കിലോ ഇല്ലതാ, ഒട്ടും കനവില്ലാത്ത. 1 കിലോയൊക്കെ നമ്മൾ വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ എന്തുമാത്രം നമുക്ക് കിട്ടും. അപ്പൊ അതുകൊണ്ടുണ്ടാക്കി. പക്ഷെ നിങ്ങളൊന്ന് ഓർക്കണം, ഈ സാധനം നമ്മൾ ഈ ഒരു രീതിയിൽ അയാൾ പറയുന്നത്, ഇതിപ്പോ നമ്മൾ അതിനകത്ത് ഒഴിച്ചിട്ട് നമ്മൾ കുറച്ച് നേരം ഇവിടെ വെക്കണം, വെയിലത്ത് വെക്കണം. വെയിലത്ത് വെച്ച് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് മേലിൽ വെള്ളം വരും. ആ വെള്ളം കളഞ്ഞിട്ട് ഇത് കണക്ക് നമ്മൾ ഫിറ്റ് ചെയ്ത്, നമുക്ക് കിലോ കണക്കിന് കിട്ടിയ പല രീതിയിലുള്ളത് കിട്ടും. അത് ഫിറ്റ് ചെയ്ത് നമ്മൾ ഇതിലേക്ക് വെക്കണം എന്നാണ് പറയുന്നത്. ഇതൊരു നല്ല ബിസിനസ്സാണ്. കാര്യം ഈ ഒരു കാര്യം ഞാൻ ഇതിനു മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നു. അത് കണ്ടിട്ട് പലരും പറഞ്ഞ് ഇത് കണക്കുള്ള ഒരു വീഡിയോയുമായിട്ട് അതിനകത്ത് നെഗറ്റീവ് കമന്റ്സ് ഒരുപാട് വന്നു. പക്ഷേ അതിനേക്കാട്ടിലൊക്കെ എൻ്റെ ഏറ്റവും കൂടുതൽ വീഡിയോ കണ്ടത് ഞാൻ ഇന്നലെ ഇട്ട ഒരു വീഡിയോയാണ്. അതായത് നമ്മൾ ഒരു ഷേവിങ് കട്ടിങ്ങിന്റെ കാര്യം പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ ആയിരുന്നു. ഒരുപാട് പേര് നെഗറ്റീവ് ഇട്ട്. പക്ഷെ അതിലുമൊക്കെ കൂടുതൽ ആൾക്കാർ, ഏറ്റവും കൂടുതൽ ഒരു ദിവസം കൊണ്ട് 10,000 ആൾക്കാർ കണ്ട ഒരു വീഡിയോ ആണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ചിലർക്ക് അത് ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ടാണ് നെഗറ്റീവ് ഇത് പറയുന്നത്, നെഗറ്റീവ് കമന്റ് തരുന്നത്. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കണം. ഞാൻ ചെറിയ രീതിയിൽ ഇത് പറഞ്ഞു നിർത്താം. അതായത് നമ്മൾ ഈ ഒരു സാധനം നിങ്ങൾ ഓർക്കണം, ഇത് നമ്മൾ എവിടെങ്കിലും ഫാൻസി കടയിൽ പോയി അല്ലെങ്കിൽ ഗിഫ്റ്റ് ഐറ്റം വാങ്ങിക്കുന്ന കടയിൽ പോയാൽ ഈ സാധനത്തിൽ നിങ്ങൾ തന്നെ ചിന്തിക്കണം, 500 രൂപ കൊടുക്കണം, ഇല്ലെങ്കിൽ പോട്ടെ 200 രൂപയെങ്കിലും കൊടുക്കേണ്ടതായിട്ട് വരും. പിന്നെ നിങ്ങൾ എങ്ങനെ ഇത് ചെലവാക്കും? നിങ്ങൾക്കൊരു സംശയം തോന്നി, നിങ്ങൾ ഉണ്ടാക്കി, ശരി ഞാൻ 10-50 അല്ലെങ്കിൽ 100 ഉണ്ടാക്കി, അത് ഞാൻ എങ്ങനെ വിൽക്കും? നിങ്ങൾ നല്ല റഷുള്ള സ്ഥലത്ത്, ഇപ്പൊ ആൾക്കാർ ജോലിക്ക് വേണ്ടി കറങ്ങി നടക്കുക, നിങ്ങൾ 2 പേരെ വെക്ക്, 1000 രൂപ അവർക്ക് ഒരു ദിവസം കൊടുക്കുക, 2 പേർക്ക് 2000 രൂപ അവരുടെ കൂലിയാവും. നല്ല റഷുള്ള സ്ഥലത്ത് നിങ്ങളും അവരെ ശ്രദ്ധിക്കണം. നമുക്കിതിനകത്ത് നമ്മൾ വെറുതെ ആരുടെങ്കിലും കൈ കൊടുത്ത് വീട്ടിൽ ഇരിക്കാൻ പറ്റത്തില്ല. നമ്മളത് അവരെ വീക്ഷിക്കണം, അവർ വിൽക്കുന്നുണ്ടോ. നല്ല റഷുള്ള മുല്ലയ്ക്കൽ എന്നൊക്കെ പറഞ്ഞ ആ ഒരു റഷുള്ള സ്ഥലത്ത് നമ്മൾ കയ്യിൽ പിടിച്ചുകൊണ്ട് ഇത് വിൽക്കുകയാണേലും, ആലപ്പുഴയിൽ മുല്ലയ്ക്കലിന്റെ കാര്യമാണ് പറഞ്ഞത്, അത് കണക്ക് റഷുള്ള പല അമ്പലങ്ങളുടെ മുന്നിലോ, അല്ലെങ്കിൽ ഇതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ വിൽക്കുവാനായിട്ട് നിങ്ങൾക്ക് ഓൺലൈൻ ആമസോണിൽ കൂടെ നിങ്ങൾക്ക് വിൽക്കാൻ പറ്റും. അവിടെ കൂടെ നിങ്ങൾ ഓൺലൈനായിട്ട് വിൽക്കുക. ഒരുപാട് നിങ്ങളുടെ ഈ സാധനമൊക്കെ ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് മനുഷ്യൻ അട്രാക്ട് ചെയ്ത് അത് വാങ്ങിക്കും. അതല്ലെങ്കിൽ നിങ്ങൾ ഓൺലൈനും വിൽക്കുന്നില്ലെങ്കിൽ, ഓൺലൈനിലൂടെ വിൽക്കാനുള്ള ഒരുപാട് തയ്ക്കുണ്ട്. ആർക്കെങ്കിലും അതിനെപ്പറ്റി അറിയത്തില്ലെങ്കിൽ, നിങ്ങൾക്ക് ഇതിന് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ ഞാൻ അത് എങ്ങനെയാ നമുക്ക് അറേഞ്ച് ചെയ്ത് വിൽക്കുന്നെന്ന് പറയാം. അല്ലെങ്കിൽ നമ്മൾ ഓൺലൈനിൽ എങ്ങനെ നമുക്കത് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യത്തെ പറ്റി ഞാൻ വീഡിയോ ഇടാം. അതുകൂടാതെ ഇത് നിങ്ങൾക്ക് ഗിഫ്റ്റ് ഐറ്റം വിൽക്കുന്ന കടകളെ, അത് കണക്ക് തന്നെ ഫാൻസി അങ്ങനെയുള്ള ഈ കാര്യങ്ങളൊക്കെ വിൽക്കുന്ന അവിടെയൊക്കെ നിങ്ങൾ ഇത് കൊണ്ടുപോകണം. പ്ലാസ്റ്റിക്കിന്റെ കാര്യങ്ങൾ, സ്റ്റേഷനറി കടകൾ, ഇങ്ങനെയൊക്കെയുള്ള കടകളിൽ കൊണ്ട് വെക്കണം. വിറ്റ് കഴിഞ്ഞിട്ട് പൈസ തന്നാൽ മതി എന്ന് പറയണം. അപ്പം നമുക്ക് മിക്ക സ്ഥലത്തും അതാ, നമ്മൾ പോയി സ്റ്റോക്ക് നോക്കും, അവിടെ ഉള്ള സ്റ്റോക്ക് വിറ്റെങ്കിൽ അതിന്റെ പൈസ കമ്മീഷൻ അവർക്ക് കൊടുത്തിട്ട് പൈസ വാങ്ങിക്കണം. ഏത് കാര്യത്തിനാണെങ്കിലും നമ്മൾ ഇച്ചിരി സ്ട്രഗിൾ ചെയ്തേ പറ്റത്തുള്ളൂ. നമ്മൾ അതിനുവേണ്ടി മുന്നിട്ടിറങ്ങിയാലേ ആ കാര്യം നടക്കത്തുള്ളൂ. ഒരു കാര്യം നമ്മൾ ആദ്യം തുടങ്ങുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇത് പാവപ്പെട്ടവന്റെ, ഞാൻ പറയുന്നതെല്ലാം പാവപ്പെട്ടവന്റെ ബിസിനസ്സാണ്. അല്ലാതെ വലിയ ഇത് ജോലിയുള്ളവരോ അത് കണക്ക് വരുമാനമുള്ളവരുടെ ബിസിനസ് അല്ല ഞാൻ പറയുന്നത്. നമ്മൾ കൂലിപ്പണിക്ക് പോകുന്നതിന് തുല്യ. നിങ്ങൾ കൂലിപ്പണിക്കാരായിക്കോട്ടെ, പഠിത്തം ഇല്ലാത്തവരായിക്കോട്ടെ, പഠിത്തം ഉള്ളവരായിക്കോട്ടെ, ആരുണ്ടെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു
ജോലിയാണിത്. അതായത് ഞാൻ ഒന്നുകൂടെ ചുരുക്കി പറയുകയാണ്, നമ്മൾ ഡൽഹിയിൽ സദർ ബജാറിൽ ഗ്രീൻ മാർക്കറ്റിൽ പോയി നമ്മൾ ഈ സാധനം, ഇതിന്റെ റേ മെറ്റീരിയൽ നമ്മൾ കിലോ കണക്കിന് വാങ്ങിക്കുക. അവിടെ പോട്ടും കിട്ടും. ചെറിയ പോട്ടിന് 1 രൂപയുടെ പോട്ട് കിട്ടും, 1.5 രൂപയുടെ പോട്ട് കിട്ടും, 50 രൂപയുടെ പോട്ട് കിട്ടും. നിങ്ങൾ ചെറുതും വലുതും നോക്കി ആ പോട്ട് വാങ്ങിക്കുക, അത് കൊണ്ടുവരിക. അതും ഇത് പോട്ട് ഓരോ എണ്ണത്തിന്റെ അനുസരിച്ച്, ബാക്കി പ്ലാസ്റ്റിക്കിന്റെ ഈ ഒരു നമ്മുടെ പൂക്കളും മറ്റുള്ള ചെടികൾ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത് നമുക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളത് കിലോ കണക്കിനാണ് കിട്ടുന്നത്. ഇത് രണ്ടും കൂടെ കൊണ്ടുവന്ന് നമ്മൾ വീട്ടിൽ വെക്കുക. POP പോട്ടിൽ നിറച്ചിട്ട് അതിനകത്ത് ഇത് ഫിക്സ് ചെയ്യുക, ഒരു പ്ലാസ്റ്റിക് കവറിലാക്കുക. നിങ്ങൾ കമ്പ്യൂട്ടറിലൂടെ അതിന് നിങ്ങളുടെ ഏതെങ്കിലും ഒരു പേരിട്ടിട്ട് ഇന്നതെന്നും പറഞ്ഞുകൊണ്ട് അതെ അടിച്ചു വെക്കുക. നിങ്ങൾ കടയിൽ കൊണ്ട് കൊടുത്തു നോക്ക്, തീർച്ചയായിട്ടും വാങ്ങിക്കും ആൾക്കാർ. തന്നെ ആലോചിച്ച് നോക്ക്, 20 രൂപയ്ക്ക് വാങ്ങിക്കുന്ന ഒരു സാധനം 100 തൊട്ട് 500 രൂപ വരെ അത് വിറ്റ് പോവുകയാണെങ്കിൽ നമുക്ക് നല്ല. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ഇതാണ്. എല്ലാവരും ചെയ്യുവാൻ ശ്രമിക്കുക. നിങ്ങൾ പോസിറ്റീവായിട്ട് കാര്യങ്ങളെ പോസിറ്റീവായിട്ട് കാണുക. ഞാൻ ടൈയും കെട്ടി നടക്കുന്ന വൈറ്റ് കോളർകാർക്കുള്ള കാര്യങ്ങളല്ല ഞാൻ പറയുന്നത്, പാവപ്പെട്ടവന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അത് വൈറ്റ് കോളറുകാരും മറ്റുള്ളവരും കാണുമ്പോഴത്തേക്ക് ചിലപ്പോൾ അവർക്ക് ഇറിറ്റേറ്റ് ഉണ്ടാക്കി കാര്യമില്ല, ഞാനത് സഹിച്ചോളാം. ഞാൻ ആര് നെഗറ്റീവ് കമന്റ് ഇട്ടാലും ഏത് കമന്റ് ഇട്ടാലും ഞാൻ അതിന് റിപ്ലൈ കൊടുക്കുന്നുണ്ട്. ആ കമന്റിന് റിപ്ലൈ ഞാൻ കൊടുത്തിരിക്കും. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നിങ്ങൾ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ നല്ലൊരു കാര്യമാണ്, നല്ലൊരു ഐഡിയ നിങ്ങൾക്ക് പറഞ്ഞു തന്നു എന്നുള്ളതാണ്. നിങ്ങൾക്കത് നല്ലതാവുമോ ചീത്തയാവുമോ എന്നുള്ളത് എനിക്കറിയത്തില്ല. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ നല്ല ഒരു ഐഡിയയാണ്. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക് ആൾ ഓഫ് യു.